ആലപ്പുഴയിലേക്കുള്ള മടക്കയാത്രയിൽ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടി ജനങ്ങൾ. വിലാപയാത്ര ഇപ്പോൾ കാര്യവട്ടം കടന്നിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ശ്രീകുമാർ ചേരുന്നുണ്ട്. ശ്രീകുമാർ, കേൾക്കാമോ? ശ്രീകുമാർ, 2 മണിക്ക് പുറപ്പെട്ട വിലാപയാത്രയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ, അതായത് കാര്യവട്ടം കഴിഞ്ഞ് കഴക്കൂട്ടമായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കാനും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുമൊക്കെ 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോഴും തടിച്ചുകൂടുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൈമ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 2 മണി കഴിഞ്ഞപ്പോൾ പുറപ്പെട്ടതാണ് ഈ വിലാപയാത്ര. ഈ അനന്തപുരിയുടെ രാജവേദികളെ കടലാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് പ്രിയ VS-ന്റെ അന്ത്യയാത്ര കടന്നു പോകുന്നത്. 2 മണി കഴിഞ്ഞപ്പോൾ പുറപ്പെട്ട വിലാപയാത്ര ഏതാണ്ട് 10 പോയിന്റുകൾ മാത്രമാണ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ കാര്യവട്ടം കഴിഞ്ഞ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്തേക്കാണ്. കഴക്കൂട്ടത്തെ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾ അടക്കമുള്ളവർ കാത്തു നിൽക്കുകയാണ്. കുട്ടികളുടെ കയ്യിൽ പൂക്കളുണ്ട്, ചിലരുടെ കയ്യിൽ റോസാപ്പൂക്കളുണ്ട്. അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങളും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ പാളയം മുതൽ ഏതാണ്ട് കടമ്പാട്ടുകോണം വരെ ഏതാണ്ട് 27ഓളം പോയിന്റുകളാണ്. 5 മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് 10 പോയിന്റുകൾ മാത്രമാണ് മറികടക്കാനായത്. അപ്പോൾ ഇനിയും കിടക്കുകയാണ്. ഏതാണ്ട് രാത്രിയോടുകൂടി തന്നെ ആലപ്പുഴയിലെ കുടുംബ വീട്ടിൽ എത്താമായിരുന്നു. ആ രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഏതാണ്ട് 5 മണിക്കൂർ പിന്നിട്ടപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പകുതി ഭാഗങ്ങൾ പോലും ഈ വിലാപയാത്ര കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഓരോ പോയിന്റുകളിലും ആയിരങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പൂക്കളും രക്തഹാരങ്ങളും ഒക്കെ ആയിട്ട് കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നേതാവിൽ ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ആ നേതാവിനോടുള്ള ജനങ്ങളുടെ ആ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് പ്രായ വ്യത്യാസമില്ല. ഈ തിരുവനന്തപുരത്ത് കടമ്പാട്ടോണം കഴിഞ്ഞാൽ കൊല്ലത്തേക്ക് പ്രവേശിക്കുകയാണ്. കൊല്ലത്ത് പാരിപ്പള്ളി മുതൽ ഏതാണ്ട് ഓച്ചിറ വരെയുള്ള സ്ഥലങ്ങളാണ്. പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട, ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി, ഓച്ചിറ എന്നിവയാണ് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ഈ കേന്ദ്രങ്ങളിൽ മാത്രമേ ഈ വിലാപയാത്രയോടനുബന്ധിച്ചുള്ള ഭൗതികദേഹം വെച്ചുള്ള ആ KSRTC ബസ് നിർത്തുകയുള്ളൂ. അവിടെ മാത്രമേ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാലും എല്ലാവർക്കും കാണത്തക്ക രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് VS-ന്റെ അവസാനമായി VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ക്രമീകരണമാണ് KSRTC ബസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അനുഗമിക്കുന്നുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം, CPIM സെക്രട്ടറി ME ഗോവിന്ദൻ അടക്കം പ്രധാനപ്പെട്ട മന്ത്രിമാർ, നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകളാണ് വളരെ വൈകാരികമായി VS-ന് അവസാന യാത്രയയപ്പ് നൽകാനായി കാത്തു നിൽക്കുന്നത്. ഏതെങ്കിലും നമുക്ക് ഇവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്കൊന്ന് കടക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇവരുടെ പ്രതികരണം എല്ലാവരും പ്രതികരിക്കാൻ തയ്യാറാണ്. VS-നോടുള്ള അടുപ്പം അത് ഏറ്റവും കൂടുതൽ വനിതകളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. വനിതകളുടെ വലിയ ഒരു നമുക്ക് കാണാൻ സാധിക്കും, വലിയൊരു നിര തന്നെ കാണാൻ സാധിക്കും. ഈ VS-നെയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ ആദ്യമായിട്ടാണ്. അവസാന യാത്രയാണ് ആദ്യമായിട്ട് കണ്ടിട്ടേ പോണുള്ള വീട്ടില്. എപ്പോ വന്നേ? അവിടെ ഞങ്ങളിപ്പോ 3:30 വന്നതാ. തന്റെ ഒരു കുട്ടിയെയും പേടിച്ചുകൊണ്ട് എത്ര നേരം കൊണ്ട് കാത്തു നിൽക്കുന്നു? ഞങ്ങൾ 2:30 മണി വരെ വരും. 2:30 മണിക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഈ VS-നെ നേരത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഈ VS-നെ എങ്ങനെയാണ് ജനങ്ങൾ ഇത്രയും വലിയ സ്നേഹം കാണിക്കാനുള്ള കാര്യം? ഞങ്ങളെയൊക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങളെയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ആക്കിയത് VS-ന്റെ ഒരു ജീവിതമാണ് ഞങ്ങളെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനാക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ എത്ര പാതിരാത്രി ആയാലും VS-നെ കണ്ടിട്ട് ഇന്നലെയും കണ്ടിരുന്നു. ഇന്നലെ AKG സെന്ററിൽ പോയി കണ്ടിരുന്നു. കണ്ടിട്ടേ പോകുള്ളൂ. ഇത് തന്നെയാണ്. ഇത് എത്ര പാതിരാത്രി ആയാലും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കണ്ടിട്ടേ പോകുന്നുള്ള ഒരു വലിയ വാശി തന്നെയാണ്. അതാണ് ഒരു ജനകീയ നേതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ സ്വീകാര്യത. സൈമ, ശ്രീകുമാർ, ഇനി കഴക്കൂട്ടം കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എവിടെയാണ് വരിക? അതോ ഇനി കൊല്ലം ജില്ലയിൽ മാത്രമേ ഇനി അടുത്ത പോയിന്റ് വരുന്നുള്ളൂ? എങ്ങനെയാണ്? അല്ല, കഴക്കൂട്ടം കഴിഞ്ഞാൽ പിന്നെ വെട്ട് റോഡ്, കണിയാപുരം, പള്ളിപ്പുറം, മംഗലപുരം, ചെമ്പകമംഗലം, മൂന്നുമുക്ക് ബസ് സ്റ്റാൻഡ്, കച്ചേരിനട, ആലങ്കോട്, കടുവായിൽ, കല്ലമ്പലം, നാവായിക്കുളം, 28-ാം മൈൽ, കടമ്പാട്ടുകോണം, അങ്ങനെ അത്രയും പ്രദേശങ്ങളാണ് ഇനി കടക്കാനുള്ളത്. അത്രയും പോയിന്റുകളാണ് കടക്കാനുള്ളത്. ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഒരു വിലാപയാത്ര എത്തിച്ചേരുന്നത്. അവിടെ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അവർ ഉച്ചനേരം മുതൽ തന്നെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഒരു ജനകീയ നേതാവിന് കിട്ടുന്ന വലിയൊരു സ്വീകാര്യത, ആ ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം, ശ്രീകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ജനകീയ നേതാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വീകരണം ഏറ്റുവാങ്ങി തന്നെയാണ് VS അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര ഇപ്പോൾ ജന്മനാട്ടിലേക്കുള്ള മടക്കയാത്ര പൂർത്തീകരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ ആയിരുന്നു.